ഡോക്ടർ ഒരു വിരൂപനായിരിക്കുമെന്ന് വിധിയെഴുതിയ ആ കുഞ്ഞ് ഞാനായിരുന്നു. എൻ്റെ അമ്മയുടെ ദൃഢനിശ്ചയമാണ് ഇന്നെന്നെ നിങ്ങളുടെ മുന്നിലെത്തിച്ചത്. മിനസോട്ടയിലെ മൂർഹെഡിൽ നടന്ന 40 ഡേയ്സ് ഫോർ ലൈഫ് പ്രചാരണത്തിന്റെ സമാപന ചടങ്ങിൽ ബിഷപ്പ് ആൻഡ്രൂ കോസൻസ് നടത്തിയ ഈ വെളിപ്പെടുത്തൽ സദസ്സിനെ ആകെ വികാരധീനരാക്കി. ഗർഭസ്ഥ ശിശുവായിരിക്കെ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും തൻ്റെ അമ്മയുടെ പോരാട്ടവുമാണ് ബിഷപ്പ് പങ്കുവച്ചത്. 3-ാം മാസം അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ആരോഗ്യക്കുറവ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഉദരത്തിലുള്ള കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നും അതിനാൽ ഗർഭഛിദ്രം ചെയ്യണമെന്നുമാണ്. എന്നാൽ തൻ്റെ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും അവൻ ദൈവത്തിന് ദാനമാണെന്നും അവനെ കൊല്ലാൻ അനുവദിക്കില്ല എന്നും ആ കത്തോലിക്ക വിശ്വാസിയായ അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. ഈ കുട്ടി ഒരു വിരൂപനായിരിക്കുമെന്ന് ഡോക്ടർ ആവർത്തിച്ചപ്പോൾ എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, എനിക്ക് പുതിയൊരു ഡോക്ടറെ വേണമെന്നായിരുന്നു അമ്മയുടെ മറുപടി. തുടർന്ന് മറ്റൊരു വിദഗ്ധ ഡോക്ടറുടെ പരിചരണത്തിലായിരുന്ന അമ്മ നിശ്ചിത സമയത്തിന് 1 മാസം മുൻപ് കുഞ്ഞിന് ജന്മം നൽകി. പരിശോധനകളിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കണ്ടെത്തി. അന്ന് ആ പുതിയ ഡോക്ടർ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, പോയി ആ പഴയ ഡോക്ടറെ വിളിക്കൂ, ഈ വിരൂപനെ അയാളൊന്ന് കാണട്ടെ. ഈ കുഞ്ഞ് വളർന്ന് 2013 ബിഷപ്പായി അഭിഷിക്തനായപ്പോൾ പഴയ സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളിൽ വിരൂപൻ ബിഷപ്പായി എന്ന തലക്കെട്ടിൽ വാർത്തകൾ വന്നിരുന്നു. ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. അബോർഷൻ ഒരു പരിഹാരമായി കാണുന്ന ആധുനിക സംസ്കാരത്തിനെതിരെ ബിഷപ്പ് ശക്തമായി സംസാരിച്ചു. മനുഷ്യജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും ഇതിന്റെ മഹത്വം ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അബോർഷൻ ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്നവരെ സ്വാധീനിക്കുന്നത് തിന്മയുടെ ശക്തികളാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ജീവന് വേണ്ടിയുള്ള പോരാട്ടം പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും തുടരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അമേരിക്കയിലെ ക്രൂക്സൺ രൂപതയുടെ ഇടയനായ ബിഷപ്പിന്റെ ജീവിതസാക്ഷ്യം പ്രോ ലൈഫ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത്.